ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചോക്ലേറ്റ് കേക്കാണ്. നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ കേക്ക് തയ്യാറാക്കിയേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കി നോക്കാവുന്ന ഒരു ഉഗ്രൻ റെസിപ്പിയാണിത്. അപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടാണ് നമ്മുടെ കേക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ കേക്ക് ഞാൻ ബേക്ക് ചെയ്തെടുത്തത് ഓവൻ വെച്ചിട്ടൊന്നുമല്ല, പ്രഷർ കുക്കറിലാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ കേക്ക് നമ്മൾ തയ്യാറാക്കുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇപ്പോൾ കുക്കർ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് അല്ലെങ്കിൽ മണലാണെങ്കിലും അടിയിലൊന്ന് ഇട്ട് കൊടുക്കുക. കാരണം നമ്മുടെ ആ കുക്കറിൻ്റെ അടിവശം കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അത് ഉപ്പിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലൊരു വളയം വെച്ച് കൊടുക്കുക. ഇതിൻ്റെ പുറത്തേക്കാണ് നമ്മൾ കേക്ക് ട്രേ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുക്കർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചൂട് കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ടിപ്പോൾ ഞാൻ കുക്കറിൻ്റെ അടപ്പല്ല, ഇതുപോലൊരു അടപ്പ് വെച്ചിട്ടാണ് അടയ്ക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കുക്കറിൻ്റെ അടപ്പാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാഷർ ഊരി മാറ്റണം. അതുപോലെ തന്നെ അതിൻ്റെ വെയിറ്റും കൂടെ വെക്കരുത്. അങ്ങനെ വേണം അടച്ചു വെക്കേണ്ടത്. ഇതൊരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ പ്രീ ഹീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മെഷർമെൻ്റ് എല്ലാം ഞാൻ പറയുന്നത് ഈ ഗ്ലാസ് വെച്ചിട്ടുള്ള അളവിലാണ്. അപ്പോൾ കപ്പില്ലാത്തവർക്ക് ഈ ഗ്ലാസ് ഉപയോഗിക്കാം. അപ്പം ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് മൈദമാവാണ് എടുത്തേക്കുന്നത്. അത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കപ്പില്ലാത്തവർക്ക് ഇതുപോലൊരു ഗ്ലാസ് എടുത്താൽ മതിയാകും. ഇനി അതിലേക്കൊരു 1/4 ഗ്ലാസ് കൊക്കോ പൗഡർ, അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് അളവിൽ ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ആ അരിപ്പയിലിട്ട് ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ അരിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇതെല്ലാം നമ്മുടെ ഈ മാവിൽ എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ആകും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇതുപോലെ അരിപ്പയിലിട്ടിട്ട് ഒരു 3 തവണയെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലപോലെ എല്ലാ ഭാഗത്തും അത് ചെല്ലും. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബ്രൂ കോഫി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ കേക്കിനൊരു നല്ല കളറ് കിട്ടും. ഇപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം അരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 ഗ്ലാസ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. 1/4 ഗ്ലാസ് അളവിൽ പഞ്ചസാര, അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുട്ട ചേർത്ത് ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പം നമ്മൾ ബീറ്റർ ഉപയോഗിക്കുന്നില്ല, മിക്സിയിലാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം മിക്സിയുടെ ജാറ് നന്നായിട്ടത് വെള്ളമൊന്നുമില്ലാതെ നന്നായിട്ട് തുടച്ച് വെക്കണം. നമ്മൾ അരിയൊക്കെ അരയ്ക്കുന്ന വലിയ ജാറിലാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊരു 30 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്യുക. അപ്പം ഇത് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓവറായി പോകരുത്, ഒരു 30 സെക്കൻഡ് മാത്രം അടിക്കുക. ഇപ്പോൾ അതാ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ നമ്മൾ ആ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ വീണ്ടും ഒരു 30 സെക്കൻഡ് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചൂടായി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. 30 അല്ലെങ്കിൽ 20 സെക്കൻഡ് മാത്രം അടിച്ചാൽ മതി. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന പഞ്ചസാരയുടെ പൊടി അത് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത്, ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ, അധികം ആകരുത്, അത്രയും കൂടെ ചേർത്തിട്ട് ഇനി ഇതിനെ വീണ്ടും ഒരു 30 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്തതെല്ലാം നന്നായിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് സോഡയൊക്കെ മിക്സ് ചെയ്ത് വെച്ച ആ പൊടി ഇതിലേക്ക് കുറച്ച് 2 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി മിക്സ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ അത് മിക്സ് ചെയ്തെടുക്കാൻ നോക്കണം. പിന്നെ ഒരുപാട് ഓവർ സ്പീഡിലിട്ടും ഇങ്ങനെ ചുറ്റിക്കരുത്, ചെറുതായിട്ട് പതുക്കെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ആണെങ്കിലും ഒരേ സൈഡിലേക്ക് തന്നെ, ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാൻ നോക്കണം. മിക്സിങ് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് സൂക്ഷിച്ച് ചെയ്യുക. ഇങ്ങനെ പതിയെ കുറേശ്ശെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം പൊടികളും ചേർത്ത് നന്നായിട്ടത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല തിക്കായിട്ടായിരിക്കും കിട്ടിയേക്കുന്നത്. അതൊന്ന് കുറച്ച് ലൂസാക്കാൻ വേണ്ടി ഒരു 1/4 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് നമ്മൾ കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്ത്
എടുക്കുക. കാരണം ബാറ്റർ അധികം ലൂസായി പോകരുത്. അതുകൊണ്ട് കുറേശ്ശെ പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ കുറച്ചുകൂടെ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ പാൽ ഒന്നുകിൽ തിളപ്പിച്ചിട്ട് ആറിച്ചിട്ടെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ തിളപ്പിക്കാത്ത പാലായാലും മതി. പക്ഷേ എല്ലാം ഒരേ ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം നമുക്ക് വേണ്ടത്. മുട്ടയായാലും ഫ്രിഡ്ജിൽ വെച്ചതാണെന്നുണ്ടെങ്കിൽ അത് നേരത്തെ പുറത്തെടുത്ത് വെക്കണം. അതുപോലെ തന്നെ പാല് ഫ്രിഡ്ജിലുള്ളതാണെന്നുണ്ടെങ്കിൽ അതും നേരത്തെ പുറത്തെടുത്ത് വെക്കണം. നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഒരേ ടെമ്പറേച്ചറിലുള്ളത് വേണം ഉപയോഗിക്കാൻ. ഇപ്പോൾ ബാറ്റർ ഇതുപോലെ ഈ ഒരു അളവിലാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ ഞാൻ 1/4 ഗ്ലാസ് പാലൊഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് കേക്ക് ട്രേയിലേക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ ട്രേ ഇല്ലാത്തത് കൊണ്ട് ഇതുപോലെ നമ്മൾ ചോറൊക്കെ കൊണ്ടുവന്ന ടിഫിൻ ബോക്സിലാണ് ഇത് ഒഴിക്കുന്നത്. ബാറ്റർ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും. ഇനി അതിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ മൈദപ്പൊടി എല്ലാ സൈഡിലും ഒന്ന് തൂക്കി കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ടത് സ്പ്രെഡാകും. അത് ബട്ടർ പേപ്പറിൻ്റെ ഒരു എഫക്റ്റ് കിട്ടിക്കോളും. അതായത് അടിയിൽ ഈ കേക്ക് നമുക്ക് കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബട്ടർ പേപ്പർ വെക്കുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ഇപ്പം ഞാൻ എല്ലാ ഭാഗത്തും നന്നായിട്ട് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വരേണ്ടത്. ഒഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ റിബൺ പോലെ അത് വീഴണം. ആ ഒരു രീതിയിലാണ് ബാറ്റർ വേണ്ടത്. ഇപ്പം ഞാൻ ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി ഒന്ന് ശരിക്കും ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരെ നമ്മൾ 15 മിനിറ്റായിട്ട് പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുക്കറിലെ അതിലേക്ക് വെച്ച് കൊടുക്കുക. വെക്കുമ്പോൾ നേരെ വെക്കാൻ നോക്കണം. അതുപോലെ തന്നെ അത് അടച്ച് വെക്കുക. ഒരു 30-35 മിനിറ്റാണ് നമ്മളിത് ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു 30 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കേക്കിൻ്റെ നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിന് മുമ്പേ ചെയ്യണമെന്നില്ല. ഇപ്പം ഞാനിത് കേക്കിന് നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി. നമ്മുടെ കേക്കൊക്കെ നന്നായിട്ടത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയൊരു പപ്പടം കുത്തിയോ എന്തെങ്കിലും ഒരു ചെറിയൊരു സ്റ്റിക്കോ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ അതിൽ നമ്മുടെ ആ സ്റ്റിക്കിൽ ഈ കേക്കിൻ്റെ ഇതൊന്നും ഒട്ടിപ്പിടിച്ചിരിപ്പില്ല എന്നുണ്ടെങ്കിൽ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ് എൻ്റെ മീനിങ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ അതിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ ഈ ഉപയോഗിച്ച ഈ ഉപ്പ് അതിൽ നിന്ന് മാറ്റി വീണ്ടും നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. കുക്കറിൽ നിന്ന് ആ ഉപ്പങ്ങ് എടുത്ത് മാറ്റി വെച്ചേക്കണം. ഇനി ആ കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ട്രേയിൽ നിന്ന് ഡിമോൾഡ് ചെയ്യാൻ പാടുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് കേക്കിൻ്റെ പുറത്തൊഴിക്കാൻ വേണ്ടിയുള്ള ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഇപ്പോൾ 3 ടീസ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ, 2 ടീസ്പൂൺ പൊടിച്ച് വെച്ചിരിക്കുന്ന ഷുഗർ, ഇത്രയും ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യേണ്ട. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളത്തിൽ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കുറുക്കിയെടുക്കുക. അപ്പോൾ അത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നല്ല ഒരു കുറുകിയൊരു പരുവമാകും. ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കണം. ഇത് നമുക്ക് കേക്കിൻ്റെ പുറത്തൊഴിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമുക്കതും തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ട്രേയിൽ നിന്നും ഡിമോൾഡ് ചെയ്യാം. അപ്പോൾ അതിന് പുറത്തൊന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കൊട്ടി കൊടുക്കുക. അപ്പോൾ സ്മൂത്തായിട്ട് ആ കേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നോളൂ. അപ്പം എടുക്കുമ്പോഴത്തേക്ക് സൂക്ഷിച്ചെടുക്കുക, പൊട്ടിയൊന്നും പോകാതെ. ഇപ്പം നന്നായിട്ട് നമ്മുടെ കേക്ക് പൊട്ടിയൊന്നും പോയിട്ടില്ല, നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കേക്ക് കിട്ടിയേക്കുന്നത്. ഇതുണ്ടോ, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് നമ്മൾ തയ്യാറാക്കി എടുത്തേക്കുന്നത്. നല്ല സ്പോഞ്ചി. ഇപ്പം നമുക്ക് ഈ മുകളിൽ ഈ പൊങ്ങി നിൽക്കുന്ന ഈ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തിടുക. ശരിക്കൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി മാത്രം ഒന്ന് ചെറുതായിട്ട് അതൊന്ന് വെട്ടി മാറ്റാം. അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. വേണ്ടോ, ഇതുപോലെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി നമുക്കിതിനെ തിരിച്ചു വെക്കാം. എന്തെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും കേക്ക് ബേക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അടിവശമായിരിക്കും നല്ല പെർഫെക്റ്റ് ഷേപ്പായിട്ട് കിട്ടിയിട്ടുള്ളത്. അത് നമുക്ക് മുകളിൽ വരുന്ന രീതിയിൽ നമുക്ക് തിരിച്ചു വെക്കാം. എന്നിട്ട് ഇതിലേക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം.
ഈ സ്റ്റെപ്പ് ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഈ ഷുഗർ സിറപ്പ് ചേർക്കുമ്പോഴാണ് നമ്മുടെ കേക്ക് കൂടുതൽ സോഫ്റ്റും ആവുകയുള്ളൂ, നല്ല ജ്യൂസി ആയിരിക്കും നമ്മുടെ കേക്ക് എന്ന് പറഞ്ഞാൽ. അപ്പം നല്ലപോലെ അത്യാവശ്യം ഈ ഷുഗർ സിറപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഷുഗർ സിറപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നുമില്ല, കുറച്ച് പഞ്ചസാരയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തേക്കുന്നതാണ്. അതൊന്ന് ചേർത്ത് കൊടുക്കുക. അത് ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റും ആകും, പിന്നെ കുറച്ചുകൂടെ മധുരവും കിട്ടും. അപ്പോൾ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കാം. അത് കുറച്ചുകൂടെ ലൂസായിട്ടോ അല്ലെങ്കിൽ കുറച്ച് തിക്കായിട്ട് വേണമെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം അത് ചെയ്യാം. എന്നിട്ട് അതിനെ നമുക്ക് മുകളിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ വിപ്പിംഗ് ക്രീമോ ഒന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ ഈ കേക്ക് നല്ല ടേസ്റ്റാണ്. നമ്മൾ ചോക്ലേറ്റ് കേക്ക് അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. വിപ്പിംഗ് ക്രീമൊക്കെ ചേർത്ത് വേണമെന്നുണ്ടെങ്കിലും ഇത് ലെയറാക്കി കട്ട് ചെയ്ത് ക്രീം ഇളക്കി വെച്ച് അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇനിയിപ്പം അതിലേക്ക് കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ 3 ചെറിയും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതുകയൊക്കെ ചെയ്യാം. അപ്പോൾ കണ്ടോ, ഞാൻ ഇപ്പോൾ മുറിച്ചത് കാണിക്കാം. ഇതുണ്ട്, ഇത്രയും നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ അളവിൻ്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇടുമ്പോഴത്തേക്ക് ഓവറായി പോകാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ കൊക്കോ പൗഡർ ആണെങ്കിലും അധികമായി പോകരുത്, അതിൻ്റെ ഒരു കയ്പുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുകയും വേണം. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്